സോ നമ്മൾ ഇന്നലെ എങ്ങനെ കമ്പോസിഷൻ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കി. ഇന്ന് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലെ ഓരോ ടൂൾസും നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മളിത് ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആക്കി ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ടൈംലൈനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ അതേ രീതിക്ക് നമ്മൾ കമ്പോസിഷൻ ഒക്കെ സെറ്റ് ചെയ്ത് അതേ രീതിക്ക് ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ടൈംലൈനിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടൂൾസും നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇവിടെ മുകളിൽ ഇവിടെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഞാൻ തന്ന ആഫ്റ്റർ എഫക്റ്റ് ക്രാക്ഡ് ആയതുകൊണ്ട് ഇതിൽ കാണിക്കില്ല. അല്ലാത്തതിലൊക്കെ ഇവിടെ നമുക്ക് വീണ്ടും നമ്മൾ സാധാരണ ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു ഇന്റർഫേസിൽ മറ്റേ കമ്പോസിഷൻ, ന്യൂ കമ്പോസിഷൻ, അതിനുള്ള ഒരു സംഭവമാണിത്. ഇതൊന്ന് ഈ ഹാൻഡ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഹാൻഡ് ടൂൾ നമുക്ക് ഇതിങ്ങനെ നീക്കാനൊക്കെ, നമ്മുടെ കമ്പോസിഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാനൊക്കെ പറ്റിയ ടൂളാണ് ഹാൻഡ് ടൂള്. ഇത് സൂമിനുള്ള ടൂള്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് ആണ് ഇത് ഷേപ്പ് ടൂളാണ്. അതായത് ഇപ്പൊ നമുക്ക് മാസ്കിങ്ങിന് അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സിനൊക്കെ ഇപ്പൊ നമുക്ക് ഓരോ ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ടൂളാണ് ഈ ടൂള്. ഇതിലിപ്പോ റെക്ടാങ്കിൾ ആണ് കിടക്കുന്നത്. നമ്മൾ ക്യൂമ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറി റൗണ്ടഡ് റെക്ടാങ്കിൾ ആവും. അല്ലെങ്കിൽ ഇത് നമുക്ക് മറ്റേ സർക്കിളൊക്കെ വന്ന അതാവും, പോളിഗൺ ആവും, സ്റ്റാർ ആവും. അങ്ങനെ നമുക്ക് ഷേപ്പുകൾ മാറ്റാൻ പറ്റും. അടുത്തത് പെൻ ടൂള്. പെൻ ടൂളാണ് നമ്മൾ മാസ്കിങ്ങിന് യൂസ് ചെയ്യണത്. അതായത് ഇപ്പൊ ഷേപ്പ് അല്ലാതെ നമുക്കിപ്പോ ഒരു സ്പെസിഫൈഡ് സ്ഥലം നമുക്ക് മാസ്ക് ചെയ്യണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ മോഷൻ ഗ്രാഫിക്സിന് ലൈൻസ് വരയ്ക്കാൻ, എന്ത് വരയ്ക്കാനാണെങ്കിൽ അങ്ങനെയുള്ള സംഭവത്തിന് യൂസ് ചെയ്യണതാണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. അടുത്ത ടൂളാണ് ടെക്സ്റ്റ് ടൂള്. ടെക്സ്റ്റ് ടൂള് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബ്രഷ് ടൂള്, ക്ലോൺ സ്റ്റാമ്പ്, അതൊക്കെ നമുക്ക് ഇപ്പൊ നിലവിൽ ആവശ്യമില്ല. അത് ഞാൻ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. പിന്നെ റോട്ടോ ബ്രഷ് നമ്മുടെ വീഡിയോ എഡിറ്റിംഗിലെ ഒരു മെയിൻ എലമെന്റ് ആണ്. ആഫ്റ്റർ എഫക്റ്റിലെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് റോട്ടോ ബ്രഷ്. അതെന്താണ് എന്നുള്ളതൊക്കെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ മുകളിൽ കാണുന്ന ടൂൾസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ഫയൽ, എഡിറ്റ്, കമ്പോസിഷൻ, ലേയേഴ്സ്, എഫക്റ്റ്, അനിമേഷൻ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. സോ മെയിൻ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസിൽ ഫസ്റ്റ് സെഗ്മെന്റിൽ വരുന്ന ടൂൾസ് ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും ടൂൾസ്. ഇനിയിപ്പോ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഓഡിയോ, എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സ്, ലൈബ്രറി, അലൈൻ, ക്യാരക്ടർ, പാരഗ്രാഫ്, ട്രാക്കർ, അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്. സോ ഓഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എടുത്തിട്ടേക്കണ ഓഡിയോയുടെ സൗണ്ടും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഈ ഒരു ഓഡിയോ എന്ന് പറഞ്ഞ ടൂള്. അതുപോലെ തന്നെ അതിന്റെ താഴെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ആഫ്റ്റർ എഫക്റ്റിലെ കീ എലമെന്റ് എന്ന് പറഞ്ഞ ടൂളാണിത്. ഇതിൽ വരുന്നത് നമുക്ക് അനിമേഷൻ പ്രീസെറ്റ്സ്, അതുപോലെ തന്നെ 3D ചാനല്, ഓഡിയോസിൽ വന്ന മാറ്റങ്ങൾ വരുത്താനുള്ളത്, അതുപോലെ കളറിംഗ് അടക്കം എല്ലാം നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. അനിമേഷൻ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് അനിമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഓവർലേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് അനിമേഷൻ കൊടുക്കണം. അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണതാണ് ഈ അനിമേഷൻ പ്രീസെറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആനിമേഷൻ, നമ്മളൊരു സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്, അത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ ഒരു ആനിമേഷൻ കൊടുക്കുന്നതിനാണ് ഈ ഒരു അനിമേഷൻ പ്രീസെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3D ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഈ വീഡിയോ എടുത്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ എടുത്തു, ഇതിപ്പോ 3D അല്ല, ഇപ്പൊ 3D ചാനൽസ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ അതുപോലെയാണ് ഓരോന്നും. ഇപ്പൊ ബ്ലർ ആൻഡ് ഷാർപ്പൻ, അത് നമ്മുടെ ഇപ്പൊ വീഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, അതിന് ഒരു ബ്ലറിന്റെ ഒരു പ്രീസെറ്റ് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യണതാണ് ബ്ലർ ആൻഡ് ഷാർപ്പൻ. അതുപോലെയാണ് ഈ കാണുന്ന ഓരോ ടൂൾസും. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് ഒന്നുകൂടി പഠിക്കാം. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ ടൂൾസ് ഉള്ളൂ. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആയിട്ട് തോന്നും. ഈ ക്യാപ് കട്ടൊക്കെ യൂസ് ചെയ്തവർക്ക് കൺഫ്യൂഷനൊക്കെ ആയിട്ട് തോന്നും. ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല, നമുക്ക് ഓരോന്നും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ. ഇത് കൂടാതെ നമുക്ക് വരുന്ന കുറച്ച് ടൂൾസുകളുണ്ട്. അതായത് ഇപ്പൊ
സ്പീഡ് സ്ലോ ആക്കാനും ഫാസ്റ്റ് ആക്കാനും, അതുപോലെ തന്നെ നമ്മൾ സ്പീഡും സ്ലോ ആക്കി ഇത് ഫ്രെയിം ബ്ലെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ സ്ക്രീൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട്, അതുപോലെയൊക്കെ വരുന്ന കുറെ ടൂൾസ് ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് ഓരോന്നും ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഞാൻ പറഞ്ഞു തരാം. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടൂൾസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നുള്ളതോടെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ മുകളിൽ ടെക്സ്റ്റ് ടൂൾ ഇല്ലേ, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ കമ്പോസിഷന് കൊണ്ടുപോയി ഒരു ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് നമ്മുടെ ടൈം ലൈനിൽ ടെക്സ്റ്റ് ലെയർ ഉണ്ടായി. സോ ഇനിയിപ്പോ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പോ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റണം, അല്ലെങ്കിൽ സൈസ് കൂട്ടണം, കളർ കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഫോണ്ടിന്റെ പ്രോപ്പർട്ടീസ് വരും. ഇതിൽ നമുക്ക് ടെക്സ്റ്റിന്റെ സൈസ് കൂട്ടാം, അതുപോലെ തന്നെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഫോണ്ട് മാറ്റാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു. ഇനിയിപ്പോ നമുക്ക് ഈ ടെക്സ്റ്റിന് ഒരു അനിമേഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇഫക്റ്റ് ആൻഡ് പ്രീസെറ്റ്സ് എടുക്കുക റൈറ്റ് സൈഡിൽ. അതിൽ ആനിമേഷൻ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, അതെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറെ ആനിമേഷൻസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എങ്ങനത്തെ വേണമെങ്കിലും ഇപ്പൊ നമുക്ക് ആനിമേഷൻ ഇന്ത്യയിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കാം. അപ്പൊ ഇത് ഡീകോഡർ ഫെയ്ഡ് എന്ന് പറഞ്ഞ ആനിമേഷൻ ഞാൻ കൊടുക്കാൻ പോണേ. ഇപ്പൊ ആനിമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടൈം ഇൻഡിക്കേറ്റർ അല്ലേ, ഈ ലൈൻ എപ്പോഴും നമ്മൾ എവിടെ നിന്നാണോ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ടെക്സ്റ്റ് ഇപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ലെയർ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ആനിമേഷൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ലെയർ നീക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഇപ്പൊ നമ്മളെ ഈ ഒരു പോയിന്റ് നമ്മൾ ഇവിടെയാണ് വെച്ചേക്കണെന്ന് വിചാരിച്ചോ. ഇങ്ങനെ വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ അനിമേഷൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ തുടങ്ങിയാണ് അനിമേഷൻ പ്ലേ ആവുള്ളൂ. ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടക്കുള്ളൂ. സോ നമുക്ക് എവിടെ നിന്നാണോ ടെക്സ്റ്റ് അനിമേറ്റ് ചെയ്ത് വരേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം ഈ പോയിന്റ് ഇൻഡിക്കേറ്റർ വെക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഈ ഡീകോഡർ ഫെയ്ഡ് എന്നൊരു ഓപ്ഷൻ എടുത്തു, അത് നേരെ ഡ്രാഗ് ചെയ്ത് ഈ ടെക്സ്റ്റിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. സോ ആ ആനിമേഷൻ ആ ഒരു ടെക്സ്റ്റിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. സോ അതേ കണ്ട നമ്മുടെ ആനിമേഷൻ അവിടെ വന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് എത്ര ആനിമേഷൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആനിമേഷൻ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡ്രാഗ് ചെയ്ത് ഇട്ടാലാണ് അറിയാൻ പറ്റുള്ളൂ. സോ ഡ്രാഗ് ചെയ്ത് ഇടുക, എന്നിട്ട് അത് ഇഷ്ടമായില്ലെങ്കിൽ കൺട്രോൾ പ്ലസ് Z എടുക്കുക, എന്നിട്ട് അടുത്തത് ഇടുക, അതും ഇഷ്ടമായില്ലെങ്കിൽ കൺട്രോൾ പ്ലസ് Z എടുക്കുക. അങ്ങനെ കുറച്ചാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന സാധനങ്ങൾ, ഇന്ന ആനിമേഷൻ ഇന്നതാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ആനിമേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതായത് കമ്പോസിഷനിൽ നമുക്ക് ടൈം ലൈനിന്റെ ലെങ്ത് എങ്ങനെ കൂട്ടാന്നുള്ളത്. അതായത് ഇപ്പൊ ഈ ടൈം ലൈനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് 1 മിനിറ്റ് വരുന്ന വീഡിയോ ചെയ്യാനുള്ള ടൈം ലൈനിലാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയിട്ടേക്കണത്. സോ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഉള്ളൂ, പക്ഷെ കിടക്കണ 1 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഈ സ്ക്രോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഈ പോയിന്റ് ഉണ്ടല്ലേ, ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് റെൻഡർ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയാണ് ടൈം ലൈനിൽ നമുക്കിപ്പോൾ വീഡിയോ 1 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് 1 മിനിറ്റ് വന്നില്ല, ഒരു 40 സെക്കൻഡൊക്കെ വന്നോളുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കമ്പോസിഷൻ സെറ്റിംഗ്സ് എടുത്തിട്ട് ഇതിൽ ഡ്യൂറേഷൻ എന്ന് പുറകെ കിടക്കണ്ടാവും. ഇപ്പൊ നമുക്ക് 40 സെക്കൻഡ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 40 അടിച്ചു കൊടുക്കാം. സോ ആ 1 മിനിറ്റ് എന്നുള്ളത് കണ്ടോ 40 സെക്കൻഡിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ആ ഒരു ലെങ്ത്, അപ്പൊ പിന്നെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല, 40 സെക്കൻഡിൽ തന്നെ കിടന്നാൽ മതി. നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ ടൂളും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ആ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.